താഴ്ത്തിക്കെട്ടുക എന്നും പറഞ്ഞ് ഒരു സംഭവം ബൈബിളിലില്ല. ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അത് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. ചുമതല മനസ്സിലായില്ലേ? ഉയർത്തിക്കെട്ടാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. അതാണ് ആകയാൽ പറയണത്. അത് നിസ്സാരവാക്കല്ല. നമ്മുടെ എല്ലാ താഴ്ചകൾക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. അതാണ് നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം. ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ പോയി, വിസ കിട്ടിയില്ല, വന്ന് നിശ്ചയിച്ച ഒരു കല്യാണം പോയി എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ആൾക്കാരാണ് ചങ്ക് പൊട്ടി ഇവിടെ വരണത്. ഇപ്പം ഞാൻ അവരെ 2 തട്ടൊക്കെ തട്ടി കാര്യം പറഞ്ഞു വിടും. എന്താ കാര്യം? എടാ ഇതെന്ന് വെച്ചാൽ ഇതിന് താത്തിക്കെട്ടലല്ല. ശരിക്കും നിന്നെ ഉയർത്താനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ശരിക്കും ചില തടസ്സങ്ങൾ വരണത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി മോഹിച്ചും കൊതിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ താത്തിക്കെട്ടുകയാണ്. ശരിക്കും നമ്മൾ ഓർക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. എന്നാ ചേട്ടത്തിൻ്റെ പേര്? രാജി വർഗീസ്. അവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ്, പിന്നെ കരിമ്പാറ പോലുള്ള അരിമ്പാറകൾ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. താത്തിക്കടലല്ലേ ശരിക്കും, അല്ലേ? അത് അപ്പോൾ സങ്കടമായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? ഉടമ്പടി എടുത്തിട്ട് എന്താണ് കർത്താവ് ഇങ്ങനെ സംഭവിച്ചത്? അവരുടെ സാക്ഷ്യം പറയുന്നുണ്ട്. അവരുടെ ചോദ്യം അങ്കലാപ്പിതാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എന്താണ് മാതാവേ എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന്. അത് അവർ മാത്രം ചോദിക്കണമല്ല, ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്താണ് ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് മാതാവേ ഇങ്ങനെ വന്നത്? കാര്യം എന്താണ്? ഹെവി ബ്ലീഡിങ് ആണ്. ലേഡീസിന് കാര്യങ്ങളറിയാം. എത്രയോ ആഴ്ചകൾ നിൽക്കുന്ന ബ്ലീഡിങ് ആണ്, സഹിക്കാൻ പറ്റണില്ല. അത് അവർക്ക് മടുത്ത ജീവിതം. എന്നാൽ അവർ സഹിക്കിട്ട് ദൈവത്തോട് ചോദിക്കുന്നതാണ്, ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് കർത്താവേ മാതാവേ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ അവൾ മടുത്ത്. പിന്നെ അരിമ്പാറ എന്നൊക്കെ പറഞ്ഞത് അത് പോകുന്നില്ല. അതിങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലുന്തിയ പോലെയൊക്കെ നിൽക്കണം, കണ്ണിലൊക്കെ. എന്തൊരു കഷ്ടമാണ്. പക്ഷെ ഇവരുടെ ഒരു ഫെർവൻസ് എന്ന് പറയണത് ഇങ്ങനെ താത്തിക്കെട്ടണ പോലെ അവർക്ക് തോന്നും. ഉടമ്പടി എടുത്തിട്ടും അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം, ഇവർ ഇത്രയും വരുന്ന ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഉടമ്പടി പ്രയോഗങ്ങളിൽ ഭയങ്കര സ്പിരിറ്റഡാണവർ. അതാണ് അതിൻ്റെ രസം. ഇത് അവർ പത്രം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ജനങ്ങളെ ഉടമ്പടിയെക്കുറിച്ച് പറയണതും അവരെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൃപാസനത്തിൽ എത്തണതും, ഇവർ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തോട് അങ്കലാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അവർ കുറച്ചുകൂടി മുമ്പത്തെക്കാളും മെച്ചമായി. അത് വസ്തുതൊരു നല്ല നടപടിക്രമമാണെന്ന് തോന്നണേ. കാര്യം നമുക്ക് ഫലത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ടെസ്റ്റിംഗ് കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ അതിട്ട് കളയും. ഉടമ്പടി എടുത്തതിനേക്കാൾ ഇപ്പോൾ മുമ്പ് എടുക്കണതിന് മുമ്പ് ഇതിനേക്കാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ എടുത്തപ്പോൾ പിന്നെ സമാധാനം പോയില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ അതിൻ്റെ അടുത്ത് മങ്ങി അത് പിന്നെ അത് സ്റ്റോപ്പാക്കി വരും. അപ്പം ഈ ചേട്ടത്തി അങ്ങനെയല്ല. ഈ ചേട്ടത്തി ഇങ്ങനെ മാതാവിനോട് പറയണത് ആ ബന്ധത്തിൻ്റെ പേരിൽ പറയണതാണ്. അങ്ങനെ പറയാനുള്ള ഒരു സ്വകാര്യമായ ബന്ധം ദൈവമായിട്ട് അവർക്കുണ്ട്. അതിൻ്റെ പേരിലുള്ള അവർ പറയണതാണ്, അല്ലാതെ നമ്മളെ നിരാശ കൊണ്ട് പറയണതല്ല. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കാര്യത്തിൽ പ്രേക്ഷിത ഒരു ഗുണമെന്ന് പറയണത്, അവരുടെ സാക്ഷ്യം ഈ രാജീസ് വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്
ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആണ് നമ്മളുടെ ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മൾ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ ബ്രാൻഡ് ചെയ്യും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ട് വരും. ബ്രാൻഡഡ് ഫെയ്ത്ത്ഫുൾ. ഇവരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ ഇവർ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോകും. തൃശ്ശൂരിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പത്രം കൊണ്ട് പോണതാണ്. ഒരിക്കലും ഒരു കെട്ട് പത്രം പെൻസിൽ കൊടുത്തിരുന്ന ആൾ, അപ്പോൾ ഇവർ കൊടുക്കുന്ന പത്രം ആൾക്കാർ വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പത്രം കാണുമ്പോൾ, ചിലർക്ക് കലി കയറും. അവർ ബസ്സിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും പത്രം. അപ്പോൾ ഉടനെ ഇവർ കണ്ടക്ടർ കൊണ്ട് മണിയടിപ്പിച്ചിട്ട് ബസ് നിർത്തിച്ചിട്ട് പോയി ആ പത്രം എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതായത് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറച്ച് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷേ അത് ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് അവരങ്ങനെ പറയണതാണ്. പക്ഷേ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അവർ ഒരു മാറ്റവും വരുത്തണില്ല. അങ്ങനെ വന്ന് തൃശ്ശൂർ വരെ ഓരോ വണ്ടിയിൽ ഇങ്ങനെ മാറി കയറുമ്പോൾ ഇപ്പോൾ 10 കെട്ട് പത്രമാണ് ഇവർ കൊടുക്കണത്, ആൾക്കാർക്ക് പറഞ്ഞ് കൊടുക്കണത്. എന്നിട്ട് ഇവർ പറയണതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം ഇവർ ഇവിടെ ഇപ്പോൾ ദൈവത്തിരുസന്നിധിയിൽ ഇവർ ബ്രാൻഡഡായി. അത് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ദൈവമാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുകയും, അത് കർത്താവിനെ പോലും ടെസ്റ്റ് ചെയ്തില്ലേ. ഈ മനുഷ്യരൂപത്തിലായിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വേണ്ടി ദൈവം തന്നെയാണോ ദൈവം തന്നെയാണോ ഇതിൻ്റെ ലക്ഷ്യം, അതോ നമുക്ക് വേറെ വല്ല ലക്ഷ്യം ഉണ്ടെന്നറിയാൻ വേണ്ടി ജെനുവിറ്റി പരിശോധിക്കും. ഇപ്പോൾ ജെനുവിറ്റി അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ കൂടെ അടുക്കണ പോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സത്യമായിരിക്കണം കാര്യങ്ങൾ. സത്യമല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.